നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്ന് ചോദിച്ച ചില AP സഖാക്കളുണ്ട്. എന്നാൽ അവരോട് വളരെ മാന്യമായി പറയാനുള്ളത്, മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വേദി കെട്ടി ആ വേദിയിൽ വന്ന് താടിയും തലപ്പാവും വെച്ച് രാഷ്ട്രീയം പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ അന്തസ്സുള്ള പണിയാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വേദിയിൽ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പുള്ള മുസ്ലിം ലീഗുകാരനായ ഹുദവി വന്ന് പ്രസംഗിക്കുന്നത്. അതെത്രയോ അന്തസ്സുള്ള പണിയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ലീഗിനെ എതിർക്കുമ്പോൾ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവരെന്തിനാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നത്? ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയൊരു കഥയാണ്. ഒരു നാട്ടിലെ പഴയ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്തെ ഒരു രാജ്യത്തെ രാജകുമാരനും അയൽ രാജ്യത്തെ രാജകുമാരിയും തമ്മിൽ കലശലായ പ്രേമം. അങ്ങനെ രണ്ടാളും പ്രണയബന്ധിതരായി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് പരസ്പരം ശത്രുചേരിയിരിക്കുന്ന രണ്ട് രാജ്യങ്ങളിലെ രാജകുമാരനും രാജകുമാരിയും ആയതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജ്യത്തെ വലിയ ഒരു മരത്തിന്റെ മുകളിൽ കയറ് കെട്ടി അവർ രണ്ടാളും കെട്ടിത്തൂങ്ങി ഒന്നിച്ചു മരിച്ചു. അങ്ങനെ ഈ കാഴ്ച രാജാവും തന്റെ രാജ്യത്തെ രാജകുമാരനും തൊട്ടടുത്ത രാജ്യത്തെ രാജകുമാരിയും മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ആ രാജ്യത്തെ സാധാരണക്കാരനായ ഒരു പ്രജ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആ കാഴ്ച കണ്ടപ്പോ ഇയാളുടെ രാജഭക്തി ഉണർന്നു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി. അയാളും ഈ രാജകുമാരനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തു. ഇവിടെ വന്ന് പ്രസംഗിച്ച സക്കാഫിയെ പോലെ ഒരു അന്തംഗമ്യാന്ന് മനസ്സിലാക്കിയാൽ മതി. അവ ഈ രാജകുമാരനോട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രജയും മരത്തിൽ തൂങ്ങി ചത്തു. ഇത് കഴിഞ്ഞപ്പോ മറ്റൊരാൾ, ഒരു ബുദ്ധിമാനായ ഒരു കവി ആ വഴിക്ക് വന്നു. അയാൾ ഈ കാഴ്ച കണ്ടു. അയാൾ അവിടെ നിന്ന് ചിന്തിച്ചപ്പോ അയാൾക്ക് കാര്യം മനസ്സിലായി. രാജകുമാരനും രാജകുമാരിയും പ്രണയ നൈരാശ്യം കൊണ്ട് കെട്ടിത്തൂങ്ങി ചത്തതാണ്. പിന്നാലെ വന്ന ഈ പ്രജ രാജകുമാരനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെട്ടിത്തൂങ്ങി ചത്തതാണ്. ആ സമയത്ത് അയാൾ ആ മരത്തിന്റെ താഴെയുള്ള പാറക്കല്ലിൽ രസകരമായ ഒരു കവിത എഴുതി വെച്ചു. ആ കവിത ഇങ്ങനെയായിരുന്നു: മന്നവൻ മതിമറന്നു തൂങ്ങി, മഹതയോ ഗതിയോർത്തു തൂങ്ങി, എരപ്പാളി നീ എന്തിന് തൂങ്ങി. അതാണ് ഇവിടെ വന്ന് പ്രസംഗിച്ച സഖാഫിയോട് ചോദിക്കാനുള്ളത്. എരപ്പാളി നീ എന്തിനാ തൂങ്ങുന്നത്? രാഷ്ട്രീയമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം ലീഗിനെ എതിർത്താൽ അതിന്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും നേട്ടങ്ങളുമുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർക്കാനും അതിനെ അധിക്ഷേപിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെയും മതത്തിന്റെയും വേദി ഉപയോഗപ്പെടുത്തുന്നത്? എന്നാൽ നിങ്ങൾ എതിർത്തതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലത്തെ പ്രൗഢമായ പാരമ്പര്യമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു രോമത്തിന് പോലും പൊറലേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതിനേക്കാൾ എത്രയോ വലിയ ആളുകളെ കണ്ട് ഏറ്റുമുട്ടി വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണിത്. ഇന്ത്യയുടെ പരിണിത പ്രജ്ഞനായ പ്രധാനമന്ത്രി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ചത്ത കുതിരയാണെന്ന് പറഞ്ഞപ്പോ, അല്ല പണ്ഡിറ്റ്ജി, താങ്കൾക്ക് തെറ്റിയിട്ടുണ്ട്, ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്, ഇതിനെ ഉണർത്താതിരിക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ അത്തോളിയിലെ മുത്തു CH-ന്റെ പാർട്ടിയാണിത്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്നും ഒരു ഇര തന്നെയല്ല. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായ അസ്തിത്വബോധത്തിന്റെ മന്ത്രണങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വളരെ മനോഹരമായി മുന്നോട്ട് നയിക്കുമ്പോ, വിശിഷ്യ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായ അസ്തിത്വത്തിന്റെ ഉന്നതമായ വിധാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോ, ഈ ഒരു രാഷ്ട്രീയ ശക്തിയെ, ന്യൂനപക്ഷ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയെ തകർക്കാൻ മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന പാവകൾ മാത്രമാണ് കാന്തപുരം വിഭാഗം എന്ന് അവരുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കളാണ് ഇവരെ അണിയറയിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എക്കാലത്തെയും വലിയ ടാർഗറ്റ് മുസ്ലിം ലീഗ് ആയത് അതുകൊണ്ടാണ്.
മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയമായി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കൊണ്ടാണ് അധികാരത്തിൽ പങ്കാളിത്തം നേടി ആ അധികാരത്തെ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ശോഭനമായ ഭാവിക്ക് വേണ്ടി കൃത്യമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കേരളത്തിലെ ഈ ന്യൂനപക്ഷം വരുന്ന മുസ്ലിം സമൂഹം എണ്ണത്തിൽ കൂടുതലില്ല, ജനസംഖ്യയിൽ കൂടുതലില്ല. കേരളത്തെക്കാൾ എത്രയോ ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടല്ലോ. മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയാണ് എന്താണ്? എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ലോക മുസ്ലിം സമൂഹത്തിന് മാതൃകയായി കേരളത്തിലെ ഒരു ന്യൂനപക്ഷം വരുന്ന സമൂഹം ലോകത്തിന് മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ ലോകം മുഴുവൻ കേരള മുസ്ലിങ്ങളുടെ ഈ മോഡൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തന്റെ സമുദായത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ ഓരോന്നും രോമകൂപങ്ങളിൽ പോലും തേരോട്ടം നടത്തിയിരുന്ന ഋഷി തുല്യനായ മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്ഥാപിച്ച് മഹാന്മാരായ നേതാക്കൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പ്രയത്നിച്ചും പടുത്തുയർത്തിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം ചരിത്രബോധമുണ്ടായാൽ മതി. ഈ രാഷ്ട്രീയ സംഘശക്തിയെ തകർത്താൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ തകർക്കാം. മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുകയും ശാന്തീകരിക്കുകയും തളർത്തുകയും തകർക്കുകയും ചെയ്യാം എന്ന് തിരിച്ചറിഞ്ഞ സമുദായത്തിന്റെ ശത്രുക്കളാണ് കൃത്യമായി ഇവരെ ഉപയോഗപ്പെടുത്തുന്നത്. ഏതു കാലത്തും ലീഗിനോടുള്ള വിരോധമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമായി മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പോലും പിളർപ്പുണ്ടാകുന്നത് മുസ്ലിം ലീഗിനോടുള്ള ഇവരുടെ ആജന്മ ശത്രുതയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ ആശയപരമോ ആദർശപരമോ ആയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലല്ല കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കകത്ത് ഭിന്നിപ്പുണ്ടായത്, സമസ്തയിൽ പിളർപ്പുണ്ടായത്, ഈ വിഘടന പ്രവർത്തനങ്ങൾ മുഴുവനും ഉണ്ടായത് ഇക്കൂട്ടരുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള ആജന്മ വിരോധം മൂലമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അകത്തു നിന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ എതിർക്കാൻ, മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി സമസ്ത മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആലയിൽ കൊണ്ടുപോയി സമസ്തയെ കെട്ടുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. സ്വാഭാവികമായി സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു ബന്ധം ആദാന പ്രദാനങ്ങളിലൂടെ കൊണ്ടും കൊടുത്തും വളർന്ന ഒരു ബന്ധം കേരളത്തിലുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമാണ്. അത് ലീഗിനെ സമസ്തയുടെ ആലയിലോ സമസ്തയെ ലീഗിന്റെ ആലയിലോ കൊണ്ടുകെട്ടിയത് മൂലമുണ്ടായതല്ല. അത് സ്വാഭാവികമായ ഒരു ബന്ധമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷവും അണിനിരക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ബഹുഭൂരിഭാഗവും അംഗീകരിക്കുന്ന മതസംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തയുടെ പ്രവർത്തകരിൽ മിക്കവാറും ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും സമസ്തയുടെ പ്രവർത്തകരാണ്. സ്വാഭാവികമായി ഈ രണ്ടു പ്രസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് ഉലമാക്കളുടെ പ്രാതിനിധ്യം നിർവഹിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മറുഭാഗത്ത് ഉമറാക്കളെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗും തമ്മിലുള്ള സ്വാഭാവികമായ ബന്ധം, ആ ബന്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ആ ബന്ധത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സമസ്ത മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആലയിൽ സമസ്തയെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സാത്വികരായ സമസ്തയുടെ നേതാക്കളെ സംശയത്തിന്റെ കരുതലിൽ നിർത്തി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർക്കാൻ ഇയാൾ സമസ്തയുടെ അകത്ത് കടന്നു വന്ന അന്ന് മുതൽ ആരംഭിച്ച ശ്രമങ്ങൾ അതൊക്കെ നമുക്കറിയാം. പാർലമെന്ററി സുന്നി പാർലമെന്ററി ബോർഡ് സ്ഥാപിച്ച് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തേണ്ട മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പത്രമാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിച്ച് അവർക്കെതിരെയുള്ള വികാരം ഇളക്കിവിടാനുള്ള ശ്രമങ്ങൾ സമസ്തയുടെ അകത്ത് നിൽക്കുമ്പോ നേരത്തെ ഇവിടെ പറഞ്ഞ മൗലാന ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ആ ശ്രമങ്ങളെ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ സ്റ്റേജും സമസ്തയുടെ പേജും സമസ്തയുടെ ബാനറും ഉപയോഗപ്പെടുത്തി മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ സമസ്തയുടെ സാത്വികരായ നേതാക്കൾ തിരിച്ചറിഞ്ഞു. അവർ അതിനെ പ്രതിരോധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഫാറൂഖ് മൗലവി എന്നയാളുടെ നേതൃത്വത്തിൽ MDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗിന് ബദലായി ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശ്രമിച്ചത്. അദ്ദേഹം അതിന്റെ ഉപദേഷ്ടാവായി അണിയറയിൽ നിന്നുകൊണ്ട് ചരട് വലിച്ചു. മുസ്ലിം ലീഗിനെതിരെ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പം എന്ന നിലയിൽ ലീഗിനെ കടപുഴഞ്ഞെറിയാൻ വേണ്ടി MDP വന്നു. എന്നാൽ അവസാനം വർഷങ്ങളുടെ പോലും ആയുസ്സുണ്ടായില്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ലീഗിനെ പരാജയപ്പെടുത്താനും ലീഗിനെ തകർക്കാനും ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുള്ള ഒരുപാട് സംഘടനകൾ, സമസ്ത ലീഗ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു, പ്രോഗ്രസീവ് ലീഗ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഘടനകൾ. ആ സംഘടനകളൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ശ്മശാന ഭൂമിയിലെ മീസാൻ കല്ലുകളായി മാറിയെങ്കിൽ ശ്മശാന ഭൂമിയിലെ മറ്റൊരു മീസാൻ കല്ലായി MDP മാറി. ലീഗിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല SYS എന്ന് പറയുന്ന സമസ്തയുടെ കീഴ്ഘടകത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം SYS-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇയാൾ സമസ്ത മുശാവറയുടെ മുന്നിൽ വെച്ചു. ഇതിന്റെ ഒക്കെ പിന്നിലുണ്ടായിരുന്ന ആത്യന്തികമായ ലക്ഷ്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കണം. ലീഗിനെ എതിർക്കാം, ലീഗിനെ കുറ്റപ്പെടുത്താം. അത് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ വേദിയിൽ വെച്ച് നടത്തുമ്പോ അതിനൊരു മാന്യതയുണ്ട്. ലീഗിനെ രാഷ്ട്രീയമായി ആർക്കും എതിർക്കാം, രാഷ്ട്രീയമായി ആർക്കും ലീഗിനെ പ്രതിരോധിക്കാം, ലീഗിനെതിരെ പ്രവർത്തിക്കാം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാന്യമായി ലീഗിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം, ലീഗിനെ പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം, ലീഗിനെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഇവര് ചെയ്യുന്നതല്ല. ഒന്നുകിൽ ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം. ഇവരെ നടത്തുന്നത് ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയുടെ കളികളാണ്. ആണും പെണ്ണും കെട്ട കളി. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ എതിർക്കുന്നതിൽ നമുക്ക് എതിർപ്പില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതവരുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നമ്മൾ വകവെച്ചു കൊടുക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് നാഴികക്ക് 400 വട്ടം പറയുന്ന ആളുകൾ, അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾ, ഞങ്ങൾക്ക് ഇടതില്ല, ഞങ്ങൾക്ക് വലതില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ, എന്നാലോ സ്വകാര്യമായി ഇവരുടെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന ക്ലാസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കക്കൂസിൽ പോകുന്നത് പോലെയാണ്. എന്നാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്കൂസിൽ പോകുന്ന പോലെ ഇഷ്ടമുണ്ടായിട്ട് പോവല്ലേ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കക്കൂസിൽ പോയാലും ഇടതുഭാഗത്തേക്ക് ചേർന്നിരിക്കണം എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാട് എന്നാണ് സ്വകാര്യ ക്ലാസുകളിൽ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ക്ലാസ്. അങ്ങനെ എക്കാലത്തും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും അവരുടെ ആസനം ഭാഗികളായി പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമാണ് കാന്തപുരം വിഭാഗത്തിനുള്ളത്. ഒരു കാലത്തും മുസ്ലിം ലീഗിനോട് അനുകൂലമായ നിലപാട് ഇവർ സ്വീകരിച്ചിട്ടില്ല. എന്നാലോ അധികാരം കിട്ടുമ്പോ, ഭരണത്തിലേറുമ്പോ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ലീഗിന്റെ ആളുകളായി ചമയാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഒരു എട്ടുകാലി മമ്മൂണിന്റെ ശൈലി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആരാണോ വിജയിക്കുന്നത് അവരുടെ വിജയത്തിന്റെ കുത്തക ഏറ്റെടുക്കും. പരാജയപ്പെടുന്നത് ആരാണോ അവരെ പരാജയപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കും. ഞങ്ങളോട് കളിച്ചത് കൊണ്ടാണ്, ഞങ്ങളുടെ ഗുരുത്തക്കേട് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പറയും. നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തൊട്ടുമുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം മുസ്ലിം ലീഗ് നേടിയെടുത്തപ്പോ 20 MLA-മാരുമായി മുസ്ലിം ലീഗിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടിയെടുത്തപ്പോ ഈ മൗലാനയെ, ഇവിടെ പരാമർശിക്കപ്പെട്ട മാന്യദേഹത്തെ കേരളത്തിലെ പ്രമുഖ ചാനലായ റിപ്പോർട്ടർ ചാനൽ തങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചു ഒരഭിമുഖം നടത്തുന്നതിന് വേണ്ടി. അന്ന് ആ വ്യാജ കേശമൊക്കെ കത്തി നിൽക്കുന്ന സന്ദർഭമാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയായ റിപ്പോർട്ടറായ വേണു ബാലകൃഷ്ണൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം, 24 സീറ്റിൽ മത്സരിച്ചു, 20ഇടത്ത് ലീഗ് വിജയിച്ചു. അതിൽ എത്ര സീറ്റിൽ കാന്തപുരത്തിന്റെ ശക്തി കൊണ്ട് ലീഗ് വിജയിച്ചിട്ടുണ്ട്? വേണു ബാലകൃഷ്ണന്റെ ചോദ്യം. മലപ്പുറത്തൊക്കെ മൂച്ചിമ്മ കയറ്റ എന്ന് പറയും. മൂച്ചിമ്മ കയറ്റ എന്ന് പറയും. മലപ്പുറം ഭാഷയിൽ ജാക്കി വെക്കുക എന്ന് പറയും. അതാണ് വേണു ബാലകൃഷ്ണൻ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇയാളാണെങ്കിലും വണ്ടി കയറി എന്നിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ലീഗ് 17-18 സീറ്റുകളിലും ലീഗ് ജയിച്ചത്. ഞങ്ങളെ പിന്തുണ കൊണ്ടാണ്. ഞങ്ങളുടെ പിന്തുണ എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ 2 സീറ്റ്
അപ്പൊ വേണു ബാലകൃഷ്ണൻ ചോദിച്ചു, ആകെ 2 സീറ്റോ? അല്ല, വേണ്ട, ഏറിപ്പോയ 3 സീറ്റ് മൂപ്പരവക ഔദാരിയായിട്ട് ഒന്നും കൂടി 3 സീറ്റിൽ മാത്രമേ ലീഗ് വിജയിക്കുമായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ സീറ്റുകളിലും മുസ്ലിം ലീഗ് വിജയിച്ചത് ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. ആരാ പറയുന്നത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര്. അപ്പൊ നോക്കൂ, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ലക്ഷക്കണക്കിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും രാപ്പകൽ ഭേദമന്യേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർത്തൊലിച്ച് പ്രവർത്തിച്ച് കിട്ടിയത് ആകെ 3 സീറ്റ്. മൂപ്പര് മർക്കസിൽ നിന്ന് ചിരിച്ചു കാണിച്ചപ്പോ കിട്ടിയത് 17 സീറ്റ്. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് എന്ന് പിറ്റേന്ന് KP മജീദ് സാഹിബ് പറഞ്ഞു. അത് നമുക്കൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇയാളുടെ അവകാശവാദം ശരിയാണെങ്കിൽ ആദ്യം വിജയിക്കേണ്ടത് എവിടെയായിരുന്നു? സ്വന്തം സ്ഥാപനം കാരന്തൂരിലെ സ്ഥാപനവും കാന്തപുരവും സ്ഥിതി ചെയ്യുന്ന കുന്നമംഗലത്ത് ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടു. പിന്നെ 2ാം ഖലീഫ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നാട് കുറ്റ്യാടിയിലും തോറ്റു. ടവറിന്റെ നേരെ ചോട്ടിൽ റേഞ്ചില്ല. എന്നിട്ട് ഒരു കിബറും ഇല്ലാതെ റിപ്പോർട്ടർ ചാനലിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളാണ് 17 സീറ്റിന് മുസ്ലിം ലീഗിനെ വിജയിപ്പിച്ചത്. 8 കാലി മമ്മൂഞ്ഞ് എന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അന്ന് നേരിട്ട് കണ്ടു. സ്റ്റുഡിയോയിൽ ഇങ്ങനെ നെളിഞ്ഞിരിക്കുകയാണ്. എന്താ 8 കാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞാൽ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥാപാത്രം. ആരോഗ്യമായി വളരെ ബലഹീനനായ ആള്. കടന്നെടുത്ത് ഇരുന്നിടത്ത് നിന്നിടത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരു കഥാപാത്രം. എന്നാലോ കിബറിനൊരു കുറവില്ല. ആ നാട്ടിലോ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ ഏതെങ്കിലും യുവതികൾക്ക് വയറ്റിലുണ്ടായാൽ, ഗർഭമുണ്ടായാൽ ഉടനെ 8 കാലി മമ്മൂന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയും, ഞാനാണ് അതിന്റെ ഉത്തരവാദി. ഗർഭം ഉണ്ടാക്കാൻ പോയിട്ട് നേരാമണ്ണ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത 8 കാലി മമ്മൂന്. അതുപോലെ തന്നെ ഓരോ മഹലിലും എണ്ണിയെടുത്താൽ 7 ആളുകൾ തികച്ചില്ലാത്ത ഒരു സംഘടനയുടെ നേതാവാണ് പറയുന്നത്. 6 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ 17 സീറ്റും എന്റെ വകയാണ്. ഇതാണ് പറയുന്നത് 8 കാലി മമ്മൂനിത്തരം എന്ന്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പറയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെങ്കിലും ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ സംഘടന ചാനൽ വഴി അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സംഘടന നെറ്റ്വർക്ക് വഴി അറിയിച്ചിട്ടുണ്ട്. ആർക്കാ പിന്തുണ? മാധ്യമങ്ങൾ ചോദിക്കും, പത്രക്കാർ സ്വാഭാവികമായി ചോദിക്കും, രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്ന പോലെ ഇയാളോടും ചോദിക്കും. അത് വലിയ കാര്യമായി ഇവർ അവതരിപ്പിക്കാറുണ്ട്. അതത്ര വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കാനൊന്നുമില്ല. ഇയാളൊരു മതപണ്ഡിതനല്ല, പക്കാ രാഷ്ട്രീയക്കാരനാണ് എന്ന് കേരളത്തിലെ മാധ്യമ സമൂഹത്തിന് പോലും കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇയാളുടെ അഭിപ്രായം ചോദിച്ച് അരമനകളിൽ കയറി ചൊല്ലുന്നത്. ഇവിടെ മറ്റു മതപണ്ഡിത സംഘടനകളുണ്ടല്ലോ, അവരുടെ നേതാക്കളോട് ആരും ചോദിക്കാറില്ല. എന്തുകൊണ്ട്? ഈ പണ്ഡിതന്മാരൊക്കെ സമസ്തയുടെ നേതാക്കളായാലും മറ്റു മതസംഘടനകളുടെ നേതാക്കളായാലും അവർ മതപരമായ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഈ നാറിയ രാഷ്ട്രീയ കളികൾ അവർ നടത്താറില്ല എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട്, അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യമുള്ളതുകൊണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ആരെയാണ് നിങ്ങൾ പിന്തുണക്കുന്നത് എന്ന് ചോദിച്ച് ഈ പണ്ഡിതന്മാരുടെ അടുത്ത് ആരും പോകാറില്ല. എന്നാൽ ഇയാളെടുത്ത് വരാറുണ്ട്. അത് വലിയ കാര്യമായി അവതരിപ്പിക്കുക. മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ഞങ്ങളുടെ നേതാവിനെ തേടി വന്നു. അത് പക്കാ രാഷ്ട്രീയക്കാരനാണ് ഇയാൾ എന്നിവർക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി? അതിപ്പോ പറയില്ല. പിന്നെ എപ്പോഴാ പറയാ? ആർക്കാ കപ്പടിക്കാന്ന് ഫൈനൽ കഴിഞ്ഞിട്ട് പറയാം. ആരാ കപ്പടിക്കാന്ന് ഫൈനൽ കഴിഞ്ഞിട്ട് പറയാം. ഫൈനലൊക്കെ കഴിഞ്ഞ് ജയിച്ച് വിജയിലൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് മൂപ്പര് ആർക്കാ കപ്പ് കിട്ടാന്ന് പറയാം. അതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ആണത്തോടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ NDF-കാരനും ഒക്കെ കാലാകാലങ്ങളിൽ പയറ്റിയ ഒരു രാഷ്ട്രീയ നാടകമാണത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരാണോ വിജയിക്കുന്നത് അവരുടെ വിജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോഴാണ് അതുവരെ അവർ ഉന്നയിച്ചിരുന്ന അവകാശവാദം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 8 കാലി മമ്മൂനിന്റെ അവകാശവാദത്തിന്റെ ആധികാരികത പോലുമില്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ആരിഫലി അടക്കമുള്ള ആളുകൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് വോട്ട് തണ്ടിയിട്ട് കിട്ടിയത് വിരലിലെണ്ണാവുന്ന വോട്ടുകൾ. അവരുടെ എത്ര വോട്ടുകൾ അവരുടെ കയ്യിലുണ്ട്, എത്ര ആളുകൾ, എത്ര അംഗബലം അവർക്കുണ്ട്
എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ വോട്ടിന്റെ എണ്ണം കുറയുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വളരുകയാണ് LDF-കാരൻ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. പക്ഷേ ആ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണെന്ന് മാത്രം. അവരുടെ ഇക്കാലം അത്രയും അവർ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടിന്റെ ആ ആധികാരികതയില്ലായ്മ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കി രാഷ്ട്രീയമായ നിലപാട് നേർക്കുനേർ നിന്ന് പ്രഖ്യാപിക്കാനുള്ള ആണത്വമാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അല്ലാതെ മതത്തിന്റെയും അതുപോലെ തന്നെ ആത്മീയതയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മൃദുല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തിയിട്ട് നാണം കെട്ട രാഷ്ട്രീയം ഉത്തരേന്ത്യയിലെ മുല്ല പൊളിറ്റിക്സ് പോലെ ഡൽഹിയിലെ ഇമാമിനെ പോലെ ഒരു കേരള ഇമാമായി മാറാനുള്ള ഈ കളി കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ നടക്കൂല. ഡൽഹിയിലെ ഇമാമിന്റെ പണി എന്താ? ആരാണോ കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നത്, ആരാണോ വലിയ നോട്ട് കെട്ടു തരുന്നത്, അയാൾക്കനുസരിച്ച് ജുമാ നമസ്കാരം കഴിഞ്ഞ് ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ച് ആളുകളോട് ആഹ്വാനം നടത്തുന്ന ഡൽഹിയിലെ ഇമാമ നടത്തുന്ന ചീപ്പ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ പൊളിറ്റിക്സ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ നടക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവാണ് ഇക്കഴിഞ്ഞ മണ്ണാർക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കൃത്യമായി കണ്ടത്. ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് പരസ്യമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അത് പറഞ്ഞു പെട്ടുപോയതാണ് സാധു. ഒരുപക്ഷെ പറയണമെന്ന് കരുതിയിട്ടുണ്ടാവില്ല, പറഞ്ഞു പെട്ടുപോയതാണ്. മണ്ണാർക്കാട് തങ്ങളുടെ 2 പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കൊലയാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ആ കൊലയാളികൾക്ക് ജാമ്യം വാങ്ങിക്കൊടുത്ത ശംസുദ്ദീൻ എന്ന് പറയുന്നയാളെ തോൽപ്പിക്കണമെന്ന് പച്ചയായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. പിന്നെ അയാൾ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ കൃത്യമായി രേഖയായി നമ്മുടെ കയ്യിലുണ്ടല്ലോ. പണ്ടത്തെ പോലെയല്ല, പണ്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ വളരെ നിഷ്പ്രയാസം സാധിക്കും. ഇന്നങ്ങനെയല്ല ആധുനികമായ മാധ്യമങ്ങളുള്ള, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പ്രസരിക്കുന്ന പുതിയ കാലത്ത് പറഞ്ഞത് അങ്ങനെ തന്നെ നിഷേധിക്കാൻ പറ്റൂല. അങ്ങനെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ശംസുദ്ദീനെ പരാജയപ്പെടുത്തണം എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തം പ്രവർത്തകരുടെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് തോന്നിയ ഒരാളെ പരാജയപ്പെടുത്താൻ പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതിന്റെ യാഥാർത്ഥ്യം മറ്റു പലതുമാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് രാഷ്ട്രീയമായി ശംസുദ്ദീനെ നേരിടാമായിരുന്നു. രാഷ്ട്രീയമായി ശംസുദ്ദീനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കാമായിരുന്നു. എന്നാലോ എന്താണ് അവിടെ ഉണ്ടായത്? ആത്മീയമായ ചിഹ്നങ്ങളെ, മതപരമായ ചിഹ്നങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് മണ്ണാർക്കാട് നമ്മൾ കണ്ടു. മണ്ണാർക്കാട് CPIയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ വേണ്ടി റാത്തിബോധിയ ആളുകൾ, അതിനുവേണ്ടി മൗലൂദ് നടത്തിയ ആളുകൾ, അതിനുവേണ്ടി മജ്‌ലിസിനോട് നടത്തിയ ആളുകൾ, അതിനുവേണ്ടി ആത്മീയമായ ചിഹ്നങ്ങളെ ദുരുപയോഗപ്പെടുത്തിയ ആളുകൾ. ഈ ആത്മീയമായ ചിഹ്നങ്ങൾക്കൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വിലയുണ്ട്, ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തെ തങ്ങളുടെ നാണം കെട്ട രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. അവിടെ നടന്നിട്ടുള്ള ഉണ്ടാക്കിയ പുതിയ മൗലൂദുകൾ, എല്ലാം കൂടി മൗലൂദ് ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ ബദരീങ്ങളെ തപസ്സിലാക്കി നടത്തുന്ന മൗലൂദുകളുടെ ഒക്കെ ക്ലിപ്പുകൾ, അതിന്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അതെത്തിയിട്ടുണ്ട്. എത്രമേൽ നാണം കെട്ട, എത്രമേൽ നിന്ദ്യമായ ഏർപ്പാടാണിത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. മഴലിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിച്ച്, മതപ്രഭാഷണ വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാര് കരഞ്ഞ് ദുആ ചെയ്യുക, ശംസുദ്ദീൻ ഒന്ന് പരാജയപ്പെടുത്തി തരണമല്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. അങ്ങനെ എല്ലാ ആത്മീയമായ ചിഹ്നങ്ങളെ ദുരുപയോഗപ്പെടുത്തിയെന്ന് മാത്രമല്ല, അട്ടപ്പാടിയിലെ പാവപ്പെട്ട ആദിവാസികൾക്ക് മദ്യം വരെ വിളമ്പി സഖാഫികളായ ആളുകൾ, കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തകർ അട്ടപ്പാടിയിലെ പാവപ്പെട്ട ആദിവാസികൾക്ക് കുറച്ച് മദ്യം കിട്ടിയാൽ, കുറച്ച് കറൻസി കെട്ടുകൾ കിട്ടിയാൽ പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന, എങ്ങോട്ടും തിരിയുന്ന പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി മദ്യം വിളമ്പി. അത് ചോദിച്ചപ്പോ പറഞ്ഞത് വൈദ്യുലവും മസ്തതോറ്റും എന്ന് ഖുർആനിലുണ്ട്. അട്ടപ്പാടിയിലെ മദ്യം വിളമ്പിന് തെളിവ് ഖുർആനിലുണ്ട്. വൈദ്യുലവും മസ്തതോറ്റും, നിങ്ങൾ എതിരാളികളെ പരാജയപ്പെടുത്താൻ എന്ത് വഴിയും സ്വീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് മദ്യം വിളമ്പിയത്.
ഇതാണ് ഇവരുടെ ദീന്, ഇതാണ് ഇവരുടെ ഖുർആന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ദീനിനെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകൾ. മലക്കുകൾ ഇറങ്ങുന്ന പറഞ്ഞത്, മലക്കുകൾ ഇറങ്ങും. ഇവർ വോട്ട് ചെയ്തിട്ട് ഏതായാലും ശംസുദ്ദീൻ തോൽക്കില്ലാന്ന് ഇവർക്ക് തന്നെ ഉറപ്പാ. മലക്കുകൾ ഇറങ്ങും. വോട്ട് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിച്ചത് എന്തായിരുന്നു? മണ്ണാർക്കാട്ടെ ചില പോളിംഗ് ബൂത്തിലൊക്കെ വെറുതെ വോട്ടിംഗ് മെഷീൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു, ബീപ്പ് ബീപ്പ് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല, ആളെ കാണുന്നില്ല. ശബ്ദം വോട്ട് ചെയ്ത് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. മണ്ണാർക്കാട്ടുകാരനായ മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു പള്ളിയിലെ ഇമാമ്, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടയാള് മണ്ണാർക്കാട് വോട്ട് ചെയ്ത് വന്നിട്ട് സ്വന്തം പ്രവർത്തകരോട് വാട്സപ്പിലൂടെ പറഞ്ഞത് മർക്കത്തിന്റെ സമ്മേളനം നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. മണ്ണാർക്കാട് മർക്കത്തിന്റെ സമ്മേളനം നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. നല്ല വെളുത്ത തലപ്പാവും താടിയും വലിയ കമീസൊക്കെ വെച്ച് ഒരുപാട് ആളുകൾ, ഇതുവരെ നാട്ടുകാർ കാണാത്ത ആളുകൾ, മലക്കുകളത്രേ. മർക്കത്തിന്റെ സമ്മേളനം നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ശംസുദ്ദീൻ പരാജയപ്പെടും എന്നിവരെ ഉറപ്പിച്ചു. വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് സാക്ഷാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഗൾഫിലേക്ക് പോയി. അത് മൂപ്പരുടെ ഏർപ്പാടാണ്. മുമ്പ് അത് പരീക്ഷിച്ചിട്ടുണ്ട്. മുമ്പ് മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാനിയിലും അഹമ്മദ് സാഹിബ് മലപ്പുറത്തും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോ പൊന്നാനിയിൽ ബഷീർ സാഹിബിനെതിരെ ഹുസൈൻ കണ്ടത്താണിയും അതുപോലെ തന്നെ മലപ്പുറത്ത് TK ഹംസാക്കയും മത്സരിക്കുന്ന കാലത്ത് അന്ന് പൊന്നാനിയിൽ കാന്തപുരം വിഭാഗത്തിന്റെ നോമിനി മത്സരിക്കുന്നു ലീഗിനെതിരെ. അതുപോലെ തന്നെ മലപ്പുറത്താണെങ്കിലോ കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം നിർത്തപ്പെട്ട സ്ഥാനാർത്ഥി എന്ന പ്രചരണം നടക്കുന്നു. പോരെങ്കിലും പത്രസമ്മേളനത്തിൽ TK ഹംസാക്ക പറഞ്ഞു, ഞാനൊരു AP ശൂന്യാണ്, ഞാനൊരു AP ശൂന്യാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു AP ശൂന്യാണ് എന്നാര് പറഞ്ഞു? TK ഹംസാക്ക. ദുനിയാവും ആഖിറവും ഇല്ലാത്ത TK ഹംസാക്ക പറഞ്ഞു, ഞാനൊരു AP ശൂന്യാണ്. അങ്ങനെ മലപ്പുറത്തും പൊന്നാനിയിലും കാന്തപുരം വിഭാഗത്തിന്റെ നോമിനികളായി ഹുസൈൻ കണ്ടത്താണിയും അതുപോലെ തന്നെ നമ്മുടെ TK ഹംസാക്കയും മത്സരിക്കുമ്പോ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നിരുന്നത്? നമ്മളത് മറന്നിട്ടില്ലല്ലോ. പൊന്നാനിയിലും മലപ്പുറത്തും നടന്ന നാണംകെട്ട കളികൾ, എത്ര കുത്തുബിയത്ത്, എത്ര മങ്കൂസ് മൗലിദ്, എത്ര സലാത്ത് മജ്‌ലിസ്, 2 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ, വിജയിപ്പിക്കാൻ. മാത്രമല്ല സ്വലാത്ത് നഗറിൽ ഖലീലുൽ ബുഖാരി തങ്ങളുടെ ആസ്ഥാനത്തേക്ക് 2 സ്ഥാനാർത്ഥികളെയും വിളിച്ചു വരുത്തിയിട്ട് ഒരാളെ ഒരു ഭാഗത്തും മറ്റൊരാളെ മറുഭാഗത്തും ഇരുത്തിയിട്ട് ഇവരെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലും നമ്മൾ കണ്ടു. സ്വലാത്തിന്റെ മജ്‌ലിസ് ആത്മീയമായ ചിഹ്നങ്ങളെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുക. മാത്രമല്ല എന്തൊക്കെ കറാമത്തുകളായിരുന്നു എന്ന് കേട്ടിരുന്നത്. മരിച്ചുപോയ ഉള്ളാൾ തങ്ങള് ഹുസൈൻ കണ്ടത്താണിക്ക് 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞൊരു പോടാ പാർലമെന്റിലേക്ക് ആദ്യത്തെ ടിക്കറ്റ് എടുക്കാനുള്ള ആദ്യ ഗഡു തങ്ങളെ വക. വേറൊരാള് മുമ്പെപ്പോഴോ ഇയാളെ കണ്ടപ്പോ MP എന്ന് വിളിച്ചു, അതുകൊണ്ട് എന്തായാലും MP ആവും. വേറൊരു ഔലിയ ഇയാളെ കണ്ടപ്പോ MP എന്ന് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും MP ആവും. വേറൊരു തങ്ങള് EP മുഹമ്മദ് ബഷീർ സുഖമര്യാദ എന്ന നിലക്ക് തന്റെ മണ്ഡലത്തിലൊരു വോട്ടർ എന്ന നിലക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ ചെന്നപ്പോ യാദൃച്ഛികമായി മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ഉടനെ തങ്ങളുടെ പ്രവചനം, ഗ്ലാസ് പൊട്ടി, EP പൊട്ടും. എല്ലാരും അതുപോലെ തന്നെ കടിയിൽ തങ്ങൾ കെട്ടിപ്പിടിച്ചു ഉമ്മവച്ചു. ഇന്ന ഹുസൈൻ കണ്ടത്താണി പറഞ്ഞു, ഞാൻ ഡെറ്റോൾ ഇട്ട് കഴുകിയിട്ടുണ്ട്, ഞാനും വേണ്ടില്ല, കെട്ടിപ്പിടിച്ചു ഉമ്മവച്ചു. അങ്ങനെ എല്ലാ ഇല്ലാക്കളും ആശീർവദിച്ചു. വിജയം ഉറപ്പായി എന്ന് മാത്രമല്ല TK ഹംസ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ രാത്രി ഉണ്ട് ഇസ്ലാമിൽ. ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിൽ ആകാശത്തുനിന്ന് മലക്കുകൾ ഇറങ്ങി വരും. അതുപോലെ വോട്ട് രാവിൽ മലക്കുകൾ ഇറങ്ങി വരും. TK ഹംസാക്ക പറഞ്ഞു. ഹുസൈൻ കണ്ടത്താണി കണ്ണൂരിൽ DYFയുടെ സമ്മേളനത്തിന് പോയിട്ട് പറഞ്ഞു, മലക്കുകൾ വോട്ട് ചെയ്യും, ഞാൻ വിജയിക്കും. ആരോടായി പറയുന്നത്? മലക്ക് എന്ന് പറഞ്ഞ എന്തോ അലക്കാനറിയാത്ത കണ്ണൂരിലെ DYFക്കാരോട്. മലക്കുകൾ ഇറങ്ങും, ഞാൻ ജയിക്കും. മലക്കുകൾ ഇറങ്ങിയിട്ടായാലും വേണ്ടില്ല, ജിന്നുകൾ വോട്ട് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾ ജയിക്കുമെന്ന് ഹുസൈൻ കണ്ടത്താണിയും TK ഹംസയും ഉറപ്പിച്ചു. വിജയം കാന്തപുരം ഉറപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന്റെ, വോട്ടെണ്ണുന്നതിന്റെ 2 ദിവസം മുമ്പ് കാന്തപുരം ഖലീൽ ബുഖാരി ഗൾഫിലേക്ക് പോയി.
എന്നിട്ട് എന്തായിരുന്നു പരിപാടി? ഭോട്ടണ്ണി, മലപ്പുറത്ത് DK ഹംസാക്കയും അതുപോലെ തന്നെ പൊന്നാനിയിൽ ഹുസൈൻ രണ്ടത്താണിയും വിജയിച്ചാൽ ആ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിൽ ആ വിജയത്തിന്റെ ശില്പികളായി കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് ആനയിക്കാനുള്ള പദ്ധതികൾ തയ്യാറായി. 313 പതാകകൾ കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള ലോഡ്ജിൽ 313 പതാകകൾ കൊണ്ടുപോയി വെച്ചു. നാട് മുഴുവൻ സമ്മേളനങ്ങൾ നടത്താനുള്ള പെർമിഷൻ വാങ്ങി. ഞങ്ങളൊക്കെ അന്ന് ചെമ്മാട് ദാറുലുദയിൽ പഠിക്കുന്നു. ദാറുലുദയുടെ തൊട്ടടുത്ത് ഇവരുടെ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വിജയാഹ്ലാദ സമ്മേളനം നടത്താൻ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ വരെ വാങ്ങി വെച്ചു. ഒക്കെ തയ്യാറായി. അവസാനം റിസൾട്ട് വന്നപ്പോഴോ പൊട്ടി. നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ പൊട്ടി. ഹുസൈൻ രണ്ടത്താണിയാണെന്ന് മാത്രം. ET മുഹമ്മദ് ബഷീർ ജയിച്ചു. അപ്പുറത്ത് അഹമ്മദ് സാഹിബും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. MP എന്ന് വിളിച്ച ആള് മറ്റേ DK ഹംസാഖാനെ കുറിച്ചാണെങ്കിൽ ഒരല്പമെങ്കിലും ശരിയായിരുന്നു. കാരണം മൂപ്പർക്ക് പിന്നെ പട്ടുറുമാലില് ജഡ്ജ് നിൽക്കുന്ന പണിയായിരുന്നു. മെമ്പർ ഓഫ് പട്ടുറുമാൽ എന്ന് വേണമെങ്കിൽ പറയാതെ MP. ഇയാള് സ്വന്തം വാർഡിൽ പോലും വിജയിക്കാത്ത വിധം സ്വന്തം വാർഡിൽ പോലും ഇയാൾക്ക് ET മുഹമ്മദ് ബഷീറിനേക്കാൾ വോട്ട് കുറവ്. മെമ്പർ ഓഫ് പഞ്ചായത്ത് പോലും ആവാനുള്ള യോഗ്യതയില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല, അന്ന് അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ സ്ഥാനാർത്ഥികൾ, വിജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ തിരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ബൂത്തുകളിൽ നിന്ന്, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അന്ന് വിജയിച്ച കേരളത്തിലെ 20 MP-മാരുടെയും കയ്യിൽ ഒരു കത്ത് കിട്ടി. ഇയാളുടെ രാഷ്ട്രീയ നാടകത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. 20 MP-മാരുടെ കയ്യിൽ കത്ത് കിട്ടി. UDF-ന്റെയും LDF-ന്റെയും MP-മാരുടെ കയ്യിൽ ഒരു കത്ത്. മർക്കസിന്റെ പേരിൽ നല്ല മനോഹരമായ ഗോൾഡൻ ലെറ്റർ ഹെഡിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നാമകരണം നടത്തപ്പെട്ടിട്ടുള്ള മനോഹരമായ കത്ത് 20 MP-മാർക്കും കിട്ടി. അഹമ്മദ് സാഹിബിന് കിട്ടി. അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീറിന് കിട്ടി. ഇവിടെ കോഴിക്കോട് MK രാഘവന് കിട്ടി. എല്ലാ വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും കിട്ടി. ആ കത്തിലുണ്ടായിരുന്നത്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഞാനും എന്റെ സംഘടനയും എന്റെ പ്രവർത്തകരും കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇനി 5 വർഷം ഞങ്ങളെ പ്രത്യേകം പരിഗണിക്കണം എന്നാവശ്യപ്പെടുന്ന കത്ത് എല്ലാ MP-മാർക്കും കിട്ടി. ഇവിടെ കോഴിക്കോട് MK രാഘവന് കിട്ടിയ കത്ത് അദ്ദേഹം നേരെ MC മായിനാജിക്കാണ് കൊടുത്തത്. MC മായിനാജിക്ക് കൃത്യമായി ഇവരുടെ കളികൾ അറിയാം. കാരണം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ MC മായിനാജിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് MC മായിനാജിയെ പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും അതിനു വേണ്ടി ഇതുപോലെയുള്ള നാണം കെട്ട കളികൾ കളിക്കുകയും ചെയ്തതിന്റെ ആ പടയ പരിചയം MC മായിനാജിക്കുണ്ട്. കൃത്യമായി ഇയാളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ആ കത്ത് തുറന്നു നോക്കുക പോലും ചെയ്യാതെ വലിച്ചെറിയുകയാണ് കോഴിക്കോട് MC മായിനാജി ചെയ്തത്. അപ്പൊ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചത് ഇയാളാണ്. എന്താ പരിപാടി? ആദ്യം തന്നെ 41 കത്ത് തയ്യാറാക്കി. 41 കത്ത്. 20 മണ്ഡലത്തിലെ 2 പ്രമുഖ മുന്നണികൾക്കും ഓരോ കത്ത്. വയനാട്ടിൽ K മുരളീധരൻ മത്സരിക്കുന്നു. K മുരളീധരന് വിജയ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുരളീധരൻ ഒരു കത്ത്. 41 കത്ത് ആസൂത്രിതമായി ആദ്യമേ തയ്യാറാക്കി വെച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു. റിസൾട്ട് വരുമ്പോ ആരാണോ വിജയിച്ചത് അവരുടെ പേരിൽ തയ്യാറാക്കപ്പെട്ട കത്ത് ഓരോ സ്ഥാനാർത്ഥികൾക്കും കൊടുത്തു. 20 മണ്ഡലത്തിലെയും 20 MP-മാരുടെയും വിജയം ഇദ്ദേഹം ഏറ്റെടുത്തു. അതുപോലെ തന്നെ മണ്ണാർക്കാട് റിസൾട്ട് വരുന്നതിന് മുമ്പ് പോയി 313 ഇന്നോവ കാറുകൾ ഏർപ്പാട് ചെയ്തു. 313 ഇന്നോവ കാറുകൾ. ആ കാറുകൾ സ്വന്തം കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ കടം കൊടുത്ത് ആ കാറുകൾ ബുക്ക് ചെയ്ത ഒരു സാധാരണക്കാരനായ കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തകൻ. ആ പ്രവർത്തകന്റെ രോദനം നമ്മൾ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. ഇവർക്ക് വേണ്ടി 10ഉം 15ഉം ഇന്നോവ കാർ ബുക്ക് ചെയ്തിട്ട് കടക്കാരനായി പോയ, ആ പണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരാള്, അയാൾ പറഞ്ഞു, കാന്തപുരത്തെ നേരിട്ട് കണ്ടാൽ ഞാൻ അയാളുടെ മുഖത്തൊന്ന് കൊടുക്കും എന്ന രീതിയിൽ അയാൾ സംസാരിക്കുന്നത് നമ്മൾ വാട്സപ്പിലൂടെ കേട്ടു. അപ്പൊ പ്രവർത്തകരൊക്കെ നല്ല ആവേശത്തിലാണ്. മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല, വിജയിക്കാൻ ആവശ്യമായ ആത്മീയ വഴികൾ മണ്ണാർക്കാട് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും, തിരൂരങ്ങാടിയിൽ
തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ 4 ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേശ്വരം കേന്ദ്രമാക്കി ആത്മീയ കച്ചവടം നടത്തുന്ന ഇവരുടെ ഒരു തങ്ങൾ വന്നു, ബായാർ തങ്ങൾ. തിരൂരങ്ങാടിയിൽ CK നഗറിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. അവിടെ അയാൾ പറഞ്ഞു കൊടുത്ത മാർഗമുണ്ട്. PK അബ്ദുൾ റബ്ബ് സാഹിബിനെ പരാജയപ്പെടുത്താൻ ദുആയുടെ സംഗമത്തിന്, മജ്‌ലിസിന്, ദിക്ർ ദുആ സംഗമത്തിന് നേതൃത്വം നൽകാമെന്ന ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഒരാളും സുബഹി കളാക്കരുത്. ബാക്കിയുള്ള ദിവസം സുബഹി കളാക്കിയാലും വേണ്ടില്ല, സുബഹി നിസ്കരിച്ചാലും വേണ്ടില്ല. കാരണം ദീനക്കെതിരാണ്. അങ്ങനെ സുബഹി കളാക്കരുത്, എല്ലാവരും സുബഹിക്ക് കൃത്യമായി പള്ളിയിൽ പോവുക. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം 111 ഇദാ ജാ നസ്റുല്ലാഹ് എന്ന സൂറത്തോത്. എന്നിട്ട് ആ സൂറത്ത് ഓതിയതിന്റെ പവർ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് ചായ കുടിക്കാൻ പോലും പോകരുത്. നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോളിംഗ് ബൂത്തിൽ വരിക, വോട്ട് രേഖപ്പെടുത്താൻ അബ്ദുൾ റബ്ബ് തോൽക്കും എന്ന് പറഞ്ഞു ബായാർ തങ്ങൾ. ആൾക്കാർ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പോളിംഗ് ബൂത്തിൽ വന്നു. പോളിംഗ് ഉദ്യോഗസ്ഥന്മാര് ബേജാറായി. അങ്ങനെ കേന്ദ്ര സേനയെ വിളിച്ചിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇത് വല്ല ബൂത്ത് പിടിക്കാനുള്ള ശ്രമമാണോ എന്നവർ കരുതി. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇദാ ജാ നസ്റുല്ലാഹിന്റെ പവർ നഷ്ടപ്പെടണ്ടെന്നുള്ള നിലയ്ക്ക് വന്നതാ. ആ രീതിയിൽ ആത്മീയമായ ചിഹ്നങ്ങൾ ദുരുപയോഗപ്പെടുത്തി. അത് മണ്ണാർക്കാട് നമ്മൾ കണ്ടു. എന്നാലോ റിസൾട്ട് വന്നപ്പോ ശംസുദ്ദീൻ, അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത, മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കാത്ത, ലീഗിന്റെ പ്രവർത്തകരെ പ്രതീക്ഷിക്കാത്ത വമ്പിച്ച ലീഡിനാണ് മണ്ണാർക്കാട് നിന്ന് വിജയിച്ചത്. അങ്ങനെ വിജയം പുറത്തു വന്നപ്പോ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ പത്രക്കാരോട് പറഞ്ഞെന്താ, ഞാൻ അങ്ങനെ മണ്ണാർക്കാട് ആരെയും വിജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ആഹ്വാനം ചെയ്തിട്ടില്ല. ആരും വിജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആണത്തത്തോടെ പറയണ്ടേ, ഞാൻ തോൽപ്പിക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ പരാജയപ്പെട്ടത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഇദ്ദേഹം പറഞ്ഞു, ദുബൈയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ആരെയും തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ആഹ്വാനം ചെയ്തിട്ടില്ല. കൂട്ടത്തിൽ ഒന്നും കൂടി പറഞ്ഞു, ഞങ്ങളെ പരിസരത്ത് 1-2 മണ്ഡലത്തില് ഞങ്ങൾ സ്വകാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അതിന്റെ റിസൾട്ടും കണ്ടിട്ടുണ്ട്. പരസ്യമായി പറഞ്ഞ് നിഷേധിച്ചു. എന്നിട്ടോ ഈ ലീഗ് പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ ആ പരാജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തു. മാത്രമല്ല കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ആ സമ്മേളനത്തിൽ LCD ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇവിടെ കേൾപ്പിക്കാമായിരുന്നു. ആ സമ്മേളനത്തിൽ, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു, എന്റെ അഭിപ്രായം മുസ്ലിങ്ങളൊക്കെ പുതിയ മോഡി ഭരണകാലത്ത് വെല്ലുവിളികളൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങളൊക്കെ ചെറിയ ചെറിയ പാർട്ടികളായി ഭിന്നിച്ചു നിൽക്കുന്നതിന് പകരം ഒന്നിച്ചൊറ്റ പാർട്ടിയായി മാറണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് ഒരു മാതിരി ചിരിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, നിങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ ആ മുന്നണിയുടെ മുന്നിൽ ഞാൻ നിന്നോളാം, ആ മുന്നണിന്റെ മുന്നിൽ ഞാൻ നിന്നോളാം. അപ്പൊ പത്രക്കാർ ചോദിച്ചു, രാഷ്ട്രീയമായ ഐക്യം പോട്ടെ, നിങ്ങൾ മതസംഘടനയുടെ നേതാവാണല്ലോ, മതപരമായ ഐക്യം, സുന്നികൾ തന്നെ പല ഗ്രൂപ്പുകളായി വേർതിരിഞ്ഞു നിൽക്കുന്നു, ആ ഐക്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ മൂപ്പര്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നായി. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് എന്ന് കേട്ടപ്പോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കൂടി തന്നതോ എന്ന് പറഞ്ഞു. ഇത് കേട്ടൊരു പത്രക്കാർ പോലും ചിരിച്ചുപോയി. ഈ രീതിയിൽ നിമിഷ നേരം കൊണ്ട് പറഞ്ഞത് മാറ്റി പറയുന്ന ഈ ഒരു തൊലിക്കട്ടി അത് കണ്ട് പത്രക്കാർ പോലും ചിരിച്ചുപോയി. ഇതാണ് ഏത് കാലത്തും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത്. ആണത്തത്തോടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം, അത് മനസ്സിലാക്കാം. എന്നാൽ അതില്ലാതെ ഈ ആണും പെണ്ണും കെട്ട ശിഖണ്ഡികളുടെ ഏർപ്പാട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്.